കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ 35ാം വാർഷിക ദിനം ലയം 2024 എന്ന പേരിൽ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ 35ാം വാർഷിക ദിനമാണ് ലയം 2024 എന്ന പേരിൽ ആഘോഷിച്ചത്. 2024 ജനുവരി 19, 20 തീയതികളിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങ് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ അമ്പലങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തു, ഇനി വേണ്ടത് എന്താണ്? സ്കൂളുകളാണ്, പള്ളിക്കൂടങ്ങളാണ്, ഇല്ലേ? പള്ളിക്കൂടങ്ങളാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അതെല്ലാം മെച്ചപ്പെട്ട് പോകട്ടെ, സന്തോഷം. ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ മാറ്റുരയ്ക്കുന്ന ദിവസങ്ങളായിരുന്നു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ സമൂഹത്തെ അറിഞ്ഞു ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്റർനാഷണൽ വയലിനിസ്റ്റ് ഫൈസ് മുഹമ്മദ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പ്രൊഫസർ ടി എം സുകുമാരബാബു, ശ്രീനാരായണ സാംസ്കാരിക സമിതി ട്രഷറർ ടി എം സുകുമാരബാബു, വൈസ് പ്രസിഡന്റ് വി ശശിധരൻ, എക്സിക്യൂട്ടീവ് മെമ്പർ ഡി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കി പോകുന്ന 12ാം ക്ലാസ്സുകാർക്ക് 11ാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക് സന്തോഷ് ആശംസകൾ അറിയിച്ചു. സ്കൂൾ ലീഡറും 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഭാഗ്യശ്രീ ശ്രീലത ആശംസകൾക്ക് മറുപടി നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധതരം കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.